സ്വന്തം മകളുടെ കൊലയാളിക്ക് സ്വയം വധശിക്ഷ നടപ്പിലാക്കിയ ഒരു പിതാവ്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചാരങ്കാവിലെ ശങ്കരനാരായണൻ ഓർമ്മയായി. കേരളം അതുവരെ വായിച്ചു മടുത്ത സ്ഥിരം പീഡന കേസിൽ ഒന്നു മാത്രമായിരുന്നു കൃഷ്ണപ്രിയയുടേത്. എന്നാൽ അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് കേരളം കണ്ടത്. 2001 ഫെബ്രുവരി 9 സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങവേ ശങ്കരനാരായണന്റെ 13 വയസ്സുകാരിയായ മകൾ കൃഷ്ണപ്രിയയെ അയൽവാസിയായ ഇളങ്കൂർ മുഹമ്മദ് കോയ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ശിക്ഷയിലായിരിക്കെ 2002 ജൂലൈ 27 മുഹമ്മദ് കോയ കൊല്ലപ്പെട്ടു. പിന്നാലെ ശങ്കരനാരായണൻ പോലീസിന് കീഴടങ്ങി. തെളിവുകളുടെ അഭാവത്തിൽ 2006 മെയ് മാസത്തിൽ ഹൈക്കോടതി ശങ്കരനാരായണനെ വെറുതെ വിട്ടു. ഈ നാട്ടിലെ നിയമം ശക്തമാണെങ്കിൽ ശങ്കരനാരായണനെ പോലുള്ള പിതാക്കന്മാർ ഒരിക്കലും നീതി നടപ്പിലാക്കില്ലായിരുന്നു. തോക്കെടുത്ത് നീതി നടപ്പിലാക്കില്ലായിരുന്നു. സ്വന്തം മകളുടെ ഘാതകനെ, സ്വന്തം മകളെ പിച്ചു ചീന്തിയ ഘാതകന്റെ മരണം കാണുന്നത് വരെയും തോക്ക് നിലത്ത് വെക്കാതെ നടന്ന ഒരച്ഛൻ. മലയാളികൾ വായിച്ചറിഞ്ഞ ചിത്രങ്ങളിൽ കണ്ട ശങ്കരനാരായണൻ മകളുടെ മരണ ദുഃഖത്തിൽ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു വ്യക്തി മാത്രമായിരുന്നു. ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ പിന്തുടർന്ന് നാടൻ തോക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കോടതിയിൽ നിന്നും നീതി കിട്ടാതെ സ്വയം നീതി നടപ്പിലാക്കിയ ഈ അച്ഛന്റെ കൃത്യത്തെ നാടടങ്കം ഹീറോയിസം എന്ന് വാഴ്ത്തപ്പെട്ടു. അതെ, ഏതൊരു പെൺമക്കളും കൊതിക്കുന്ന ഒരു ഗ്രേറ്റ് ഫാദറിന്റെ നിയമം നടപ്പിലാക്കൽ. ഇന്നത്തെ കാലത്ത് സ്വന്തം പെൺമക്കളുടെ മാനം അച്ഛന്മാരുടെ കയ്യിൽ സുരക്ഷിതത്വം ഇല്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ശങ്കരനാരായണനെ പോലുള്ള ഒരു അച്ഛൻ എന്നത് എന്നും നമുക്ക് അഭിമാനം കൊള്ളാവുന്ന ഒന്ന് മാത്രമാണ്.